നമസ്കാരം. ഈ ഓഗസ്റ്റ് 23-നാണ് ശ്രീ ലിയാഖത്ത് അലിയുമായി സംവാദം. ശ്രീ ലിയാഖത്ത് അലിയുമായിട്ട് സംവാദം നടക്കുന്നത് നമ്മുടെ തിരൂരിലെ വാഗൺ ട്രാജഡി ഹാളിലാണ്. രാവിലെ 9 മണിക്കാണ് അവിടെ സംവാദം നടക്കുന്നത്. ഞാൻ ബാംഗ്ലൂരിലായിരിക്കും. ഞാനപ്പം ആ ദിവസം രാവിലെ തന്നെ അവിടെ എത്തുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഇത്തരം സംവാദങ്ങൾ നമ്മൾ വിശ്വാസികൾ ഏറ്റെടുക്കേണ്ടത്? നമ്മൾ വിശ്വാസികളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിശ്വാസത്തിന്റെ പക്ഷത്ത് നിൽക്കാത്തവരുമായി സംവാദം ഏറ്റെടുക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നാണ് പ്രധാനമായി പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്ലസ് ലിയാഖത്ത് അലി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ എക്സ് മുസ്ലിംസിന്റെ ഭാഗത്തു നിന്ന്, യുക്തിവാദികളുടെ ഭാഗത്തു നിന്ന്, ശാസ്ത്ര പ്രചാരകർ എന്നവർ വിളിക്കുന്നതിന്റെ ഭാഗത്തു നിന്ന്, റാഷണലിസ്റ്റുകൾ എന്ന് വിളിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ഞാൻ കണ്ടിടത്തോളം സൗമ്യവും എന്നാൽ ശക്തവുമായ വാദം മുമ്പോട്ട് വെക്കുന്ന വ്യക്തിയാണ്. അധിക്ഷേപിക്കാനോ അപമാനിക്കാനോ പ്രകടമായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇനിയും ഞാൻ 3-4 വീഡിയോസാണ് പ്രധാനമായി കണ്ടത്. കൂടുതൽ വീഡിയോസ് ഈ വരും ദിവസങ്ങളിൽ കാണുകയും അതിന്റെ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും. എനിക്ക് ലിയാഖത്തിലെ ഇഷ്ടപ്പെട്ടത് ആ സോഫ്റ്റ് ടോണും ഒരു അക്കാഡമിക് ഇന്റലക്ച്വൽ ഡിബേറ്റിന് ഉള്ളൊരു ഫ്ലേവറുമാണ്. തീർച്ചയായിട്ടും അവര് വിശ്വാസികളല്ല, അവർ ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ വിശ്വാസികളല്ല, പലപ്പോഴും എതിർക്കുന്നതാണ്. അപ്പൊ ഈ എക്സ് മുസ്ലിംസ് പലപ്പോഴും ഉണ്ടാകുന്നതിന്റെ കാരണം ഈ എക്സ് ഹിന്ദുക്കൾ പലപ്പോഴും ഉണ്ടാകാറില്ല. കാര്യം നമുക്ക് ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു ആത്മീയ വിദ്യാഭ്യാസവും കാര്യമൊന്നും കാര്യമായിട്ട് ലഭിക്കുന്നില്ല. അങ്ങനെ ലഭിക്കുമ്പോഴാണല്ലോ ആ ലഭിച്ചതിനോട് ചിലർ യോജിച്ച് അതിൽ വിശ്വസിക്കും, ചിലർ വിയോജിച്ച് അതിനോട് കലഹിക്കും. നമ്മൾ ഹിന്ദുക്കൾക്ക് അങ്ങനെ ആത്മീയ വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നും ലഭിക്കാത്തതുകൊണ്ട് പലപ്പോഴും എക്സ് ഹിന്ദുക്കൾ ഉണ്ടാകാറില്ല. പലപ്പോഴും ഹിന്ദുക്കൾ ജനിക്കുമ്പോൾ വലിയ വിശ്വാസമൊന്നുമില്ല. നമ്മുടെ ചിന്താഷ്ടയ ശ്യാമളയിൽ ശ്രീ ശ്രീനിവാസൻ പറയുന്ന പോലെ പാർട്ട് ടൈം ഭക്തന്മാരായിട്ടാണ് പലപ്പോഴും വളരുന്നത്. എന്നാൽ അതിനപ്പുറം പഠിക്കണം എന്നുള്ളതിന്റെ ആവശ്യകത വളരെ പ്രധാനമാണ്. എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഈ സംവാദ സംസ്കാരം രൂപപ്പെടേണ്ടത്? ശങ്കര ഭഗവത്പാദരുടെ ശ്രീ ശങ്കരാചാര്യരുടെ കാലം മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പും പോലും ഈ സംവാദ സംസ്കാരം ശക്തമായി നിലനിന്നിരുന്നു. ശ്രീനാരായണ ഗുരുദേവനൊക്കെ അത് ജയിക്കാൻ വേണ്ടിയല്ല, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വേണ്ടിയുള്ളതാണ് നമ്മുടെ സംവാദങ്ങൾ എന്ന് പറയുകയുണ്ടായി. അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ എക്സ് മുസ്ലിംസ് ആയതുകൊണ്ട് ഇനി ചില എക്സ് ക്രിസ്ത്യൻസോ അല്ലെങ്കിൽ ഇനി എക്സ് ഹിന്ദുസോ ഒക്കെ ആവുമ്പോൾ അവർക്ക് പലപ്പോഴും ഈ രീതിയിൽ തങ്ങൾ മുമ്പ് വിശ്വസിച്ചതിനോടൊരു ദേഷ്യമോ വിപ്രതിപത്തിയോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് കടന്നാക്രമിക്കുന്നത്. അങ്ങനെ കടന്നാക്രമിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ എപ്പോഴും പവിത്രമായ ഭഗവത്ഗീതയെന്നും പരിശുദ്ധ ബൈബിളെന്നും വിശുദ്ധ ഖുറാൻ എന്നും പറഞ്ഞ് പഠിക്കുന്നതാണ്. അതാണ് നമ്മുടെ ഇന്ത്യൻ സംസ്കാരവും. അപ്പൊ യഥാർത്ഥത്തിന് വേണ്ടി ഈ സംവാദങ്ങളിലൂടെ നമ്മൾ വിശ്വാസം കൂടുതൽ സ്ഫുടം ചെയ്യപ്പെടും. ഏതെങ്കിലും ശരിയാക്കാനുള്ള പോയിന്റുകൾ ഉണ്ടെങ്കിൽ, അതായത് ഈ പുസ്തകങ്ങളെല്ലാം, ഈ ഗ്രന്ഥങ്ങളെല്ലാം, ഭഗവത്ഗീതയും ഖുറാനും ബൈബിളും എല്ലാം സനാതനമാണ്, സത്യമാണ്, ദൈവീകമായ വചനമാണ്. പക്ഷെ ഇത് നമ്മൾ മനുഷ്യർ മനസ്സിലാക്കി പ്രയോഗിക്കുമ്പോൾ നമുക്ക് കാലാന്തരത്തിൽ തെറ്റുകൾ വന്നുകൂടാ. ആ തെറ്റുകളെ പരിഹരിക്കാൻ വേണ്ടി ഒരു പോസിറ്റീവായ അപ്രോച്ചാണ് പലപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. എല്ലാ മതങ്ങളിലും ഇപ്പൊ ഈ വിഷയം ഇതിലുള്ളത് ഇസ്ലാമിലെ അടിമത്തം എന്നൊരു വിഷയമാണ്. ഇത് ശ്രീ ലിയാഖത്ത് അടക്കം എടുക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് കുറെ വിമർശനങ്ങളുടെ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇസ്ലാമിലെ സാഹോദര്യ ദർശനം എന്ന് പറയുന്ന ഒരു കാര്യം പലപ്പോഴും ചർച്ച ചെയ്യാറില്ല. കാര്യം അതിശക്തമായ ഇസ്ലാമിൽ സാഹോദര്യ ദർശനം ഊട്ടി ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിനുള്ളിലെ സമത്വ ദർശനം പലപ്പോഴും ചർച്ച ചെയ്യാറില്ല. എന്റെ കാര്യം, ഈ മതങ്ങളെല്ലാം വിമർശിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ മതങ്ങളിൽ കാലാന്തരത്തിലോ ചരിത്രപരമായിട്ടോ ഒക്കെ കടന്നുകൂടിയിട്ടുള്ള ചില കാര്യങ്ങളോ അല്ലെങ്കിൽ അതിലെ വീക്കെന്ന് അവർ കാണുന്ന എലിമെന്റ്സിനെ എടുത്തുകൊണ്ട് അതിനെ വിമർശിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ നമ്മുടെ ഡോക്ടർ ബിജു, അദ്ദേഹം വലിയൊരു ദളിത് ചിന്തകനാണ്, ശ്രീനാരായണ ഗുരുദേവനെയൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. അദ്ദേഹം ഹിന്ദു മതവും സനാതന ധർമ്മവും ജാതീയതയും, അതായത് ഞാനും അദ്ദേഹം കൂടെ എറണാകുളത്ത് ഒരു സംവാദം സംഘടിപ്പിച്ചു. അതിൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ ജാതി മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. അത് ശരിയല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം അത് പറയുന്നതിന്റെ ഉദ്ദേശം ആ ഹിന്ദു മതത്തെ ഒന്ന് താത്തിക്കെട്ടണം, സനാതന ധർമ്മത്തെ ഒന്ന് താത്തിക്കെട്ടണം തുടങ്ങിയ ഉദ്ദേശത്തിലാണ്. അപ്പം അതേപോലെ അല്ലെങ്കിൽ പള്ളിയിലച്ചന്മാരെ കുറിച്ച് പറയുമ്പോൾ കോടാനുകോടി പള്ളിയിലച്ചന്മാരുണ്ട്. ഒരു പക്ഷേ 1 ലക്ഷത്തിലൊന്നോ 10 ലക്ഷത്തിലൊന്നോ ഒരു പള്ളിയിലച്ചന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള തെറ്റോ കാര്യങ്ങളോ ഉണ്ടായി കാണാം. പക്ഷെ അതിനെ പർവ്വതീകരിച്ച് ചർച്ചിനുള്ളിൽ മുഴുവൻ സെക്സ് സ്കാൻഡലുകളാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ക്രിസ്ത്യാനികൾ പോലും ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് വിഭിന്നമായി അതിൽ ഒരുപാട് പോസിറ്റീവുകളുണ്ട്, ചില കാര്യങ്ങൾ ശരിയാക്കാനുമുണ്ട് എന്നൊരു അപ്രോച്ചിൽ അത്തരം സംവാദങ്ങൾ നല്ലതാണ്. അപ്പോൾ ശ്രീ ലിയാഖത്തുമായിട്ട് നല്ലൊരു സംവാദം ഉണ്ടാകട്ടെ. ലിയാഖത്ത് ആ രീതിയിൽ ശക്തമായ പോയിന്റുകൾ ഉന്നയിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ലിയാഖത്തിന് 1-2 വീഡിയോ കൊണ്ട് വളരെ പഠിച്ചാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം വിശ്വസിക്കാത്ത വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അദ്ദേഹം വിശ്വസിക്കാത്ത ദൈവം അദ്ദേഹത്തിനും എനിക്കും അനുഗ്രഹം തരട്ടെ. നല്ല സംവാദങ്ങൾ ഉണ്ടാകട്ടെ. ഏത് പക്ഷത്ത് നിന്നാലും പ്രതിപക്ഷ ബഹുമാനത്തോടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, വസ്തുതകൾ മനസ്സിലാക്കാൻ. ഫാക്ട്സ് ആണ് പ്രധാനം, വസ്തുതയാണ് പ്രധാനം. വാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ആ ഫാക്റ്റിന്റെ ബേസിൽ
നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. ഇതേപോലെ ശ്രീ ആരിഫ് ഹുസൈനുമായിട്ട് ഞാൻ ജിഹാദിന്റെ കാര്യത്തിൽ ഒരു സംവാദം നടത്തിയിരുന്നു. അപ്പം ജിഹാദ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ പ്രയത്നം. എനിക്ക് സന്തോഷം തോന്നിയത് ആരിഫ് അതിനുശേഷം എപ്പോഴോ മാധുവിനോട് ഉള്ള സംഭാഷണത്തിൽ മാധു പറയുന്നുണ്ട്, ജിഹാദ് എന്ന് പറഞ്ഞ യുദ്ധം എന്ന് പറയുമ്പം ആരിഫ് ഹുസൈൻ സ്പോണ്ടേനിയസ്ലി ആണോ അല്ല, ആ ജിഹാദ് എന്ന് പറഞ്ഞ യുദ്ധമൊന്നുമല്ല, അതിന് പ്രയത്നം എന്നാണ് തോന്നുന്നത് ആരിഫ് പിന്നീട് പറയുന്ന കൗതുകമായ ഒരു കാഴ്ച ഞാൻ കണ്ടു. ആരിഫിന് ഇത് അറിയാഞ്ഞിട്ടൊന്നുമല്ല, ചിലപ്പോൾ ഒന്ന് ഡീമീൻ ചെയ്യാൻ, ഇസ്ലാമിനെ ഡീമീൻ ചെയ്യാൻ പറയുന്ന. അപ്പോ എന്തായാലും ഇവ ശ്രീ ആരിഫ് അടക്കം അല്ലെങ്കിൽ ശ്രീ ലിയാഖത്ത് അടക്കം ഒരുപാട് അങ്ങനെ ഇപ്പൊ രവീന്ദ്രൻ സാർ അടക്കം, രവീന്ദ്രൻ സാറിനോട് ഞാൻ ഇപ്പൊ അല്ല, രവീന്ദ്രൻ സാറിന്റെ ആദ്യ പബ്ലിക് ഡിബേറ്റ്സിലൊന്ന് എൻ്റെ കൂടെ അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അദ്ദേഹം വളരെ മുതിർന്ന, എന്നെക്കാട്ടി വളരെ പ്രായമുള്ള പണ്ഡിതനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകളോടെ വിയോജിപ്പുള്ളൂ, അത് ശക്തമായിട്ട് വിയോജിക്കുകയും ചെയ്യും. അദ്ദേഹം വ്യക്തിയുടെ അറിവിനെയും അദ്ദേഹത്തിന്റെ കഴിവിനെയും ധിഷണാശക്തിയും ഒന്നും എതിർക്കുന്നില്ല. ഇവരുടെ കൺക്ലൂഷൻ, ഇവരുടെ എന്താ പറയുക നിഗമനങ്ങൾ, അല്ലെങ്കിൽ ഇവരെ അവസാനം എത്തിച്ചേരുന്ന പോയിന്റിനോടാണ് നമുക്ക് എതിർപ്പ്. ഇവരുടെ പഠനം, ഇതിനു വേണ്ടി എടുക്കുന്ന സമയം, എഫേർട്ട്, ഇതൊക്കെ ബഹുമാനിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ ആരുടെയെങ്കിലും ഫണ്ടിങ് ആണ് ഇവർക്ക് കിട്ടുന്നതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ വിശ്വാസികൾക്ക്, ഹിന്ദുക്കൾക്ക്, മുസ്ലിങ്ങൾക്ക്, ക്രിസ്ത്യാനികൾക്ക് നമ്മുടെ വിശ്വാസത്തെ ആക്രമിക്കുമ്പോൾ അതിനെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, മാന്യതയുടെ അടിസ്ഥാനത്തിൽ, പ്രതിപക്ഷ ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. അങ്ങനെ കഴിയുന്നതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായി ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ ഈ ലോകത്ത് നിലനിൽക്കുന്നത്. ഇപ്പോഴും വിശ്വാസങ്ങൾ തഴച്ചു വളരുന്നത്, ലോകത്തിലെ ഒരുപാട് കോടി ജനങ്ങൾക്കും കുടുംബങ്ങൾക്കും ആശ്വാസമായി നിൽക്കുന്നത്. അപ്പൊ ആ വിശ്വാസത്തെ കാലാന്തരത്തിൽ ഏതെങ്കിലും തുരുമ്പുകൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അത് ആ തുരുമ്പുകൾ മാറ്റിക്കളഞ്ഞ് കൂടുതൽ പരിശുദ്ധമാക്കാൻ വേണ്ടിയുള്ള പ്രയത്നത്തിനായി നമുക്ക് പോകാം. എല്ലാവിധ ആശംസകളും. നിരീശ്വരാദികളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.